നീ ചെയ്തത് തന്നെയാ ശരി. ഇനി നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. അവരെ തോൽപ്പിക്കാൻ കഴിയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളെ കൊല്ലാതെ അവർക്ക് നിന്റെ ജീവൻ എടുക്കാൻ കഴിയില്ല. ആ ഉറപ്പ് ഞങ്ങൾ തരാം. പാർവതി പറഞ്ഞതുപോലെ നമ്മൾ 4 പേര് ഇനി ഒന്നാ. നമ്മളിനി വേറെ വേറെ റൂമിൽ കഴിയുന്നത് ശരിയല്ല. 4 പേർക്കും കൂടി എന്റെ റൂമിൽ കഴിയാം. അത് ഞാൻ നേരത്തോട് പറഞ്ഞ് റെഡിയാക്കിക്കോളാം. ജനകൻ ചേട്ടനോ? വാട്ടാ, അവത്തോട്ടിരിക്കാം. ഇരുന്നാ ഇരിപ്പുറക്കില്ല ദാസ. ദാസനോടൊരു സഹായം ചോദിക്കാനാ ഞാൻ വന്നിരിക്കുന്നേ. പറ്റില്ലെന്ന് പറയരുത്. എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ സഹായിക്കാം. ജനകൻ ചേട്ടൻ എന്താ വേണ്ടത്? കാശാണോ? എത്രയാ വേണ്ടത്? കാശൊന്നുമില്ല. പിന്നെ വീടിന്റെ ആധാരം പണയം വെച്ച് നടേശന്റെ കയ്യിൽ നിന്നും ഞാൻ കുറച്ച് കാശ് വാങ്ങിയിരുന്നു. കുറച്ചല്ല, നല്ലൊരു തുക തന്നെ വാങ്ങിയത്. ആ ആധാരം കൈമറിഞ്ഞ് ഇപ്പോ സുന്ദരേശന്റെ കയ്യിലെത്തി. വീട് ഒഴിഞ്ഞു കൊടുക്കണം എന്നാ അയാൾ പറയുന്നേ. വീട് ഒഴിഞ്ഞു കൊടുക്കാനോ? അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകും? അത് തന്നെ ഞാൻ പറഞ്ഞത്. എനിക്ക് ദാസന്റെ ഒരു സഹായം വേണമെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത് ചേട്ടാ? ദാസന്റെ മകളും കുടുംബവും വിദേശത്തല്ലേ. അവരുടെ വീടിപ്പോ ഒഴിഞ്ഞു കിടക്കല്ലേ. എനിക്ക് ആ വീട് വാടകയ്ക്ക് തരുമോ? അവര് വരുമ്പോ ഞാൻ ഒഴിഞ്ഞു തരാം. ഫോൺ വിളിക്കുമ്പോഴൊക്കെ അവള് പറയും വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിടണമെന്നും. അതിനിവിടെ ആളെ കിട്ടണ്ടേ? ജനകൻ ചേട്ടനെ ഏൽപ്പിച്ച വീട് എപ്പോഴും വൃത്തിയായിരിക്കുമല്ലോ. വാടകയൊന്നും വേണ്ട, വീട് നന്നായി നോക്കിയാൽ മതി. നിങ്ങൾ വന്ന് താമസിച്ചോ.